ഹലോ നമസ്കാരം, താരസൗണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ലഞ്ചിന് ലഞ്ചിൻ്റെ ചോറിന് കൂട്ടാൻ പറ്റിയൊരു ചുമന്ന മീൻ കറിയുടെ റെസിപ്പിയും പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നേക്കണത്. അപ്പോൾ ആവോലി മീൻ മാങ്ങയിട്ട് കറി വെക്കണ ഒരു വീഡിയോ ആണിത്. അപ്പോൾ ആവോലി മീൻ ഇതിക്ക് മുമ്പ് ക്ലീൻ ചെയ്ത് കറി വെക്കണ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മീൻ എല്ലാവർക്കും ഇഷ്ടമായ കാരണം ഇത് തന്നെയാണ് ഞങ്ങൾ വാങ്ങിയത്. അപ്പോൾ ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ വീഡിയോയിൽ ഞാൻ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണക്കച്ചെമ്മീൻ മുളകും തേങ്ങയും മാങ്ങ കൂട്ടി ചമ്മന്തി മരക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ റവ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റവയൊക്കെ നമുക്കിവിടെ കേരള സ്റ്റോറിൽ നിന്ന് കിട്ടും. റവയും പാലപ്പപ്പൊടി പിന്നെ പുട്ടുപൊടിയൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. അപ്പോൾ ഈ പ്യുവർ ഗീ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ മോൾക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്. അപ്പോൾ ഉപ്പുമാവ് ഞാൻ ഗീ കുറച്ച് എടുത്തിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലയും വറ്റൽമുളക് ഇട്ടതിന് ശേഷം ചെറിയ ഉള്ളിയും പച്ചമുളക് ഇഞ്ചി അതൊക്കെ കൂടി അരിഞ്ഞ് വെച്ചേക്കണത് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മളതിലേക്ക് ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ട് അതും കൂടിയും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഗ്രേറ്റ് ചെയ്ത കോക്കനട്ടാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ പുട്ടിലും ഉപ്പുമാവിലൊക്കെ ഇതാണ് ചേർക്കുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ ഞാനൊരു 2-3 ടീസ്പൂൺ ഇതിലൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ടീസ്പൂൺ പഞ്ചസാരയും ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പുമാവ് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഉപ്പുമാവായിരുന്നു. ഉണ്ടാക്കുമ്പോൾ തന്നെ അതിന് ഒരു പ്രത്യേക രുചി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നെയ്യിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് സംബന്ധമായ റവയൊക്കെ കഴിക്കുമ്പോൾ ചിലവർക്ക് വയറിന് എന്തെങ്കിലും ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത്ര ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുവെള്ളം തന്നെ ഞാൻ കെറ്റിലിൽ ചൂടാക്കിയിട്ടാണ് നല്ല തിളച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് റവ ഇട്ടിട്ടൊന്ന് ഇപ്പോൾ ഇവിടെയൊക്കെ വറുത്ത റവയാണ് കിട്ടണത്. അപ്പോൾ അത് വെള്ളം ദൂരം കൂടിയാലും നമ്മൾ റവ ഇടുന്നതിനനുസരിച്ച് ചെറുതീയിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ നല്ല പൊടിയായിട്ടുള്ള ഉപ്പുമാവ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവും റോബസ്റ്റ് പഴവും ചായയുമായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ നമ്മൾ ആവോലി മീനാണ് വാങ്ങിച്ചേക്കണത്. അപ്പോൾ അത് നല്ല സോഫ്റ്റും ആയിരിക്കും, ഫ്രഷും ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റോടുകൂടി കറി വെക്കാൻ പറ്റും. ഒട്ടും മുടഞ്ഞൊന്നും പോകാത്ത നല്ല മീനാണിത്. അപ്പോൾ അതൊക്കെ ആവോലി മീൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിക്ക് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ ഇടണതാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല ചുമന്ന മീൻ കറി ഇട്ടാണ് വെക്കണത്. എരിവൊക്കെ നല്ലോണം ഇട്ടിട്ട് നമ്മൾ നാട്ടിലൊക്കെ വെക്കണ പോലെ തന്നെയാണ് വെക്കണത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ആവോലി മീനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ പാലും തലയൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വിനാഗിരി കുറച്ചെടുത്തിട്ട് അതിലിട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ വിനാഗിരി ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നേരം വെച്ച് കഴിഞ്ഞ് നമ്മളത് കത്തിയും കൊണ്ട് ഇങ്ങനെ വടിച്ച് മാറ്റുമ്പോൾ അതിൻ്റെ കറുപ്പ് നിറമൊക്കെ കുറേയൊക്കെ പോകും. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഉരക്കണം, കല്ലൊന്നും ഇല്ലാത്ത കാരണം അതൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കത്തിയും കൊണ്ട് ഞാൻ കുറേ ഭാഗമൊക്കെ ഇങ്ങനെ വടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിനാഗിരി ഒഴിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ എന്തെങ്കിലും മണോ അല്ലെങ്കിൽ എന്തെങ്കിലും കേടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഈ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ മീനൊക്കെ കിട്ടണതൊക്കെ നല്ല മീനുകളായിരിക്കും. അപ്പോൾ ഞങ്ങൾ മത്തിയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മത്തി വറുത്ത് കഴിഞ്ഞപ്പോഴും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിൽ പോലെ തന്നെ വേറെ ഒരു ചുവ വ്യത്യാസമോ അങ്ങനെയൊന്നും തോന്നിയില്ല. കാര്യം ഫ്രീസറിലിരിക്കണ മത്തിയാണ്. അപ്പം നമ്മളത് പെട്ടെന്ന് വെട്ടിക്കഴുകിയൊക്കെ എടുത്ത് പൊടികളൊക്കെ തേച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് വറുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിലും നല്ല ഒരു കുഴപ്പവും എനിക്ക് തോന്നിയില്ല. മത്തിയൊക്കെ ആയാലും നമ്മുടെ നാട്ടിൽ കിട്ടണ പോലത്തെ തന്നെയാണ് ഇവിടെയും കിട്ടണത്. അപ്പോൾ ഈ മീൻ നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. വിനാഗിരിയൊക്കെ ഒഴിച്ച് നല്ലോണം വടിച്ച് കഴുകിയെടുക്കാം.
എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മളൊരു വലിയ മാങ്ങയാണ് എടുക്കണത്. മാങ്ങക്ക് നല്ല ഭയങ്കര പുളിയില്ല, എന്നാൽ പുളി കുറവുമില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു വലിയ മാങ്ങ മുഴുവനും എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരുവിധം നന്നായിട്ട് കറി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് 1-2 ദിവസം കൂട്ടാനുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാങ്ങയൊക്കെ നല്ലോണം ഇട്ടിട്ടാണ് കറി വയ്ക്കണത്. അപ്പോൾ ഞാനതിലേക്ക് ഒരു പകുതി സവാളയും നമ്മൾ വിനാഗിരി ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഉപ്പിട്ട് ഒന്നും കൂടി നന്നായിട്ട് കഴുകുന്നുണ്ട്. അപ്പം അങ്ങനെ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ നാട്ടിലൊക്കെ കൂട്ടണ പോലെ തന്നെ നല്ല ഫ്രഷായിട്ട് കൂട്ടാൻ പറ്റും. നല്ല നല്ല കഷ്ണങ്ങളായിട്ടാണ് കിട്ടിയേക്കണത്. അപ്പോൾ മാങ്ങ ഞാൻ പുളി എടുത്തിട്ടത് കുറച്ച് വിനാഗിരി ഒഴിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പകുതി സവാളയും പച്ചമുളക്, ചുവന്ന മുളക് ഇവിടെ മീനിലൊക്കെ ഇടണ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മണമുള്ള നല്ല മുളകാണ്. അപ്പം മുളകാണ് അത് അരിഞ്ഞെടുക്കണത്. അപ്പം അതും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കറിവേപ്പിലയും അതൊക്കെ കൂടി ഇട്ടിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ ആദ്യം പാൻ വെച്ചിട്ട് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് പച്ചമുളകും സവാളയും ഇഞ്ചി പച്ചമുളക് കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ബ്രൗൺ നിറമൊന്നും ആവണ്ട. അപ്പോൾ വഴന്നു വന്നതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പിന്നെ ഞാനിത് കോക്കനട്ട് മിൽക്ക് പൗഡർ കലക്കിയിട്ട് അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ലാസ്റ്റാണ് ഞാൻ ഒഴിക്കണുള്ളൂ. ഇപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കഴിയുമ്പോൾ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ചേർക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് മാങ്ങ ഇടാം. മാങ്ങ ഇട്ടിട്ടൊന്നും വാടി വരുമ്പോൾ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം. എന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് മീനിട്ട് കൊടുത്തിട്ട് അതും ഒന്ന് തിളച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡർ ഒരു 3-4 ടീസ്പൂൺ എടുത്തിട്ട് അതൊന്ന് കലക്കി സൈഡിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ തേങ്ങ ചിരകിയ തേങ്ങയൊക്കെ നമുക്ക് പാക്കറ്റിൽ കിട്ടും. അപ്പോൾ അതൊക്കെ മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനെ അരഞ്ഞ് കിട്ടാത്ത പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോക്കനട്ട് മിൽക്ക് അതിൻ്റെ ഇടക്ക് എൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പായി പോയി. അപ്പോൾ അത് നമുക്ക് പാല് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടിയും മൂപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ആവോലി മീൻ കറി ഇവിടെ റെഡിയാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല മീൻ കറിയാണ്. നമുക്ക് 2-3 ദിവസം കൂട്ടാനുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ലഞ്ചിന് ഞാൻ ബീൻസ് തോരൻ വെക്കേണ്ടതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഉണക്കച്ചെമ്മീൻ നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ചമ്മന്തി അരക്കണുണ്ട്. പുള്ളിയും കൂടി മുപ്പിച്ചിട്ടാൽ നമ്മുടെ കറി റെഡിയാണ്. പിന്നെ ബീൻസ് തോരൻ വെക്കുന്നുണ്ട്, ചെമ്മീൻ ചമ്മന്തി മരക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീഡിയോക്കൊക്കെ അധികം ആരുടെയും സപ്പോർട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങളുടെ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ വരണതിനനുസരിച്ച് കമൻറ്റും ലൈക്കൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഇവിടെ സമയ വ്യത്യാസം കാരണം നാട്ടിലുള്ള സമയവും നമ്മുടെ ഇവിടുത്തെ സമയവും ഭയങ്കര വ്യത്യാസം കാരണം കുറേ നോട്ടിഫിക്കേഷനൊന്നും എനിക്ക് കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതിക്കും ഞാൻ ട്രാവൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഉണക്കച്ചെമ്മീനും മാങ്ങയും തേങ്ങ പിന്നെ പച്ചമുളക് ഇഞ്ചി ഒക്കെ കൂടി ഇട്ടിട്ടാണ് അടിച്ചെടുക്കണത്. ഉപ്പും കൂടി ചേർത്ത് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഒന്നിച്ചടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ കൂട്ടണ പോലെ തന്നെ നല്ല അടിപൊളി ചമ്മന്തിയുമാണത്. ഇത് മാത്രം മതി നമുക്ക്. ഇതും ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ ചോറുണ്ണാം. പിന്നെ ഞാൻ ഇതിക്ക് മുമ്പ് ആപ്പിൾ അച്ചാറിടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആപ്പിൾ അച്ചാറും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതും ഈ ചെമ്മീൻ ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ലഞ്ച് അടിപൊളിയാക്കാം.
അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചുവന്ന മീൻ കറിയും ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയും പിന്നെ ബീൻസ് തോരനുമാണ്. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും വേണം. അപ്പോൾ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ 1-2 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.